Hello, good afternoon to all. Welcome to our class. അപ്പോൾ നമ്മൾ പബ്ലിക് ഫൈനാൻസിൻ്റെ മോഡ്യൂളാണ് നമ്മൾ എടുക്കുന്നത്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞ ഒരു ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷനൊക്കെ ആയിട്ട് എന്തൊക്കെയാണ് ഈ ടോപ്പിക്ക് നമ്മൾ ചെയ്യേണ്ടതെന്ന് എന്തൊക്കെയാണ് ഈ മോഡ്യൂളിൽ നമ്മൾ പഠിക്കേണ്ടത് നോക്കിയതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. ഓക്കെ, അതിൻ്റെ ഒരു ഇൻട്രഡക്ടറി ടോപ്പിക്കാണ് ശരിക്കും ഈ സ്റ്റേറ്റ് വേഴ്സസ് മാർക്കറ്റ് എന്നുള്ളത്. സ്റ്റേറ്റ് വേഴ്സസ് മാർക്കറ്റ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഏത് ഇക്കണോമിക് മാനേജ്മെൻറ്റ് സിസ്റ്റം നമ്മൾ അഡോപ്റ്റ് ചെയ്യണം, അതിനേക്കാൾ ഉപരി രണ്ട് പ്രധാനപ്പെട്ട ഇക്കണോമിക് മാനേജ്മെൻറ്റ് സിസ്റ്റം നമുക്ക് പറഞ്ഞു തരിക. ഒന്നാമത് സ്റ്റേറ്റ് റെഗുലേറ്റഡ്, സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റഡ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗൈഡഡ് ഇക്കണോമിക് സിസ്റ്റം വേർ ദർ ക്യാൻ ബി പ്ലാനിങ്, സ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, സ്റ്റേറ്റ് റെഗുലേഷൻ, സ്ട്രോങ് സ്റ്റേറ്റ് റെഗുലേഷൻ. ഓക്കെ, അപ്പോൾ ഇതിനെല്ലാം കൂടെ കൂടിയുള്ളൊരു ശരിക്കും ഒരു കോൺസെപ്റ്റാണ്, ഒരു ബെഞ്ച് ഓഫ് കോൺസെപ്റ്റ്സാണ് ഈ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ എൻറ്റിറ്റി അല്ല, ശരിക്കും അതൊരു ഇക്കണോമിക് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് സ്റ്റേറ്റ്. സോ സ്റ്റേറ്റ് സ്പോൺസേർഡ് പ്ലാനിങ്, സ്റ്റേറ്റ് റെഗുലേഷൻസ് ആൻഡ് സ്റ്റേറ്റ് ക്രാഫ്റ്റഡ് പോളിസീസ് ഫോർ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ദി ഇക്കോണമി. അതാണ് നമ്മൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ആ സിസ്റ്റമാണോ നല്ലത്, ആ പ്രൊസീജിയറാണ് നല്ലത്, അല്ലെങ്കിൽ ആ മെക്കാനിസമാണ് നല്ലത്. ഇനി അതല്ലാതെ മാർക്കറ്റ് ക്രിയേറ്റഡ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് മെക്കാനിസം, പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സ്, കോമ്പറ്റീഷൻ, മാർക്കറ്റ്സ് ഡിമാൻഡഡ് പ്രോഡക്ട്സ്, മാർക്കറ്റ് ഡിമാൻഡഡ് ടൈപ്പ് ഓഫ് ജോബ്സ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവം മാർക്കറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ ക്യാപിറ്റലിസമാണ് ഈ മാർക്കറ്റിനെ പ്രതിനിധീകരിക്കുന്ന ഒരു ഇക്കണോമിക് അറേഞ്ച്മെൻറ്റ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാനിങ് ആയിരിക്കും. ഇപ്പോൾ ഇന്ത്യയിലെന്ന് പറയുന്നത് ശരിക്കും മിക്സ്ഡ് ഇക്കോണമി നമുക്കറിയാം അല്ലേ, ഒരു മിക്സ്ഡ് ഇക്കോണമി, രണ്ടും നമുക്ക് അവിടെ കാണാം. മിക്സ്ഡ് ഇക്കോണമി ഫ്രെയിംവർക്കാണ്. അപ്പോൾ കിട്ടിയല്ലോ ഒരു ഇക്കണോമിക് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ആംഗിളിലാണ് നമ്മൾ സ്റ്റേറ്റ് വേഴ്സസ് മാർക്കറ്റ് എന്നുള്ള ഡിബേറ്റിനെ, ആക്ച്വലി ഇറ്റ്സ് എ ഡിബേറ്റിനെ നമ്മൾ കാണുക. വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് വെൻ ദി സ്റ്റേറ്റ് ഈസ് managing the economy, what are the advantages when the market is managing the economy. So such topics are coming under this particular area where we have to examine the relative importance and relative advantages and disadvantages of these two economic arrangements. Okay, ഞാൻ ഡിലീറ്റ് ചെയ്തോട്ടെ, ഡിലീറ്റ് ചെയ്യാവുന്നില്ല. ആയി. ഓക്കെ, അഡ്മിറ്റ് ആയിട്ട് കുട്ടി. ഓക്കെ, നൗ state versus market is a debate whether it is state or the market mechanism that is good to support the economy. The debate is that both the state or the government and the market have their own demerits and merits in functioning as guiding force in economic activities. കാര്യങ്ങളൊക്കെ പിടികിട്ടിയല്ലോ. Then what is market? Market means an arrangement where production, consumption, investment, etc. are carried out in an automatic and spontaneous manner. There is no need for any government intervention. There is no need for any strong government regulation. There can be a basic level of government regulation even if there is the market which is acting in the economy. Okay, so but no strong government intervention. Market is working on a spontaneous എന്ന് പറഞ്ഞാൽ on its own. Okay, otherwise it is known as market mechanism. വേറെ രീതി പറയുകയാണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും, മാർക്കറ്റ് മെക്കാനിസം എന്ന് വിളിക്കും. നമുക്ക് അതിൻ്റെ ചില അഡ്വാൻറ്റേജസ് ഡിസ്അഡ്വാൻറ്റേജസ് ഒക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്താണ് മാർക്കറ്റിൻ്റെ ഫീച്ചേഴ്സ്? ഓക്കെ, മാർക്കറ്റ് ഫീച്ചേഴ്സ് എന്താണ്? ഈ നോട്ട് ഞാൻ കഴിഞ്ഞല്ലോ നിങ്ങളെ സീനിയേഴ്സിനെ പഠിപ്പിച്ചപ്പം പ്രിപ്പയർ ചെയ്ത നോട്ടാണ്. വീഡിയോയും ഇപ്രാവശ്യം നിങ്ങളെ പഠിപ്പിക്കുന്ന വീഡിയോ ഇടാൻ ഉദ്ദേശിക്കുന്നില്ല. കഴിഞ്ഞ കൊല്ലം നിങ്ങളുടെ സീനിയേഴ്സിനെ പഠിപ്പിച്ച വീഡിയോ ഇട്ടോളാം. അത് ഓൾറെഡി അവിടെ ഉണ്ട് യൂട്യൂബിൽ. ഞാനത് ക്ലാസ് റൂമിൽ ഷെയർ ചെയ്യാം, നിങ്ങൾക്കത് കാണാം. ഓക്കെ, നോട്ട്സും അവിടെ തന്നെ ഉണ്ട്. അപ്പം സ്വാഭാവികമായിട്ട് ഈ വീഡിയോ അപ്പുറത്തിടെ വേണമെങ്കിൽ ഇടാം, പക്ഷേ ഇച്ചിരി നല്ലത് നമ്മൾ ഒരു വർഷം മുമ്പിലത്തെ വീഡിയോ ഇടുകയാണ്. ഇച്ചിരി എനർജി ലെവൽ കൂടുതലാണ്, അങ്ങനെയൊക്കെ ചിന്തിച്ച് അതങ്ങനെ ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ ഈ വീഡിയോ ഇടാം. ഓക്കെ, സോ വലിയ വ്യത്യാസമൊന്നുമില്ല, കണ്ടൻറ്റ് സെയിം ആയിരിക്കും, ഡെലിവറി ചെയ്യുന്ന രീതി ഇച്ചിരി വ്യത്യാസം കാണും. ശരിയല്ലേ? അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ മാർക്കറ്റ് എന്നതിലേക്ക് മാർക്കറ്റിൻ്റെ ഫീച്ചേഴ്സ്. ഒരു ഇക്കണോമിക് സെറ്റപ്പ് എന്ന അല്ലെങ്കിൽ അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ സിസ്റ്റം എന്ന നിലയ്ക്ക് മാർക്കറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്? മാർക്കറ്റ് ഫങ്ഷൻസ് ത്രൂ ഡിമാൻഡ്, സപ്ലൈ, പ്രൈസസ് ഓഫ് കമ്മോഡിറ്റീസ് ആസ് ഗൈഡിങ് മെക്കാനിസം. അപ്പോൾ അവിടെ എന്താണ്, നമ്മളെ ഡിമാൻഡ് കൂടുതലായിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യും, സപ്ലൈ കൂടുതലായിട്ടത്തിന് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ പ്രൈസ് കുറവായിരിക്കും. ശരിയല്ലേ? പ്രൈസസ് ഓഫ് ദി കമ്മോഡിറ്റീസ് ആർ ഡിറ്റർമൈൻഡ് ത്രൂ വാട്ട്? ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഓക്കെ, so in that way there is a spontaneous self-working mechanism in the market. Any commodity whose demand is high will be produced, any commodity whose demand is less will be its production will be cut down. Okay,
Now, goods with high demand will be produced more, goods with low demand will be produced less. People with high skill will be employed and remunerated high. ഭയങ്കര സ്കില്ലുള്ള ആൾക്കാർക്ക് ജോലി കിട്ടും, അവർക്ക് കൂടുതൽ ശമ്പളം കിട്ടും. ഓക്കെ, ഇന്നോവേഷൻസ് ആൻഡ് ഇവൻറ്റ്സ് ആർ പ്രൊമോട്ട്. എപ്പോഴും മത്സരം എങ്ങനെയായിരിക്കും? പുതിയ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, കണ്ടുപിടിക്കുന്നു, കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു, മാർക്കറ്റ് വിൽക്കുന്നു, പഴയ പ്രൊഡക്റ്റ് ഔട്ടായി പോകുന്നു. പ്രോഫിറ്റബിലിറ്റി ഈസ് ദ മെയിൻ ക്രൈറ്റീരിയ ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് മാർക്കറ്റ്. ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ എന്താണ്? പ്രോഫിറ്റബിലിറ്റിയാണ്. എന്തിനാണോ കൂടുതൽ ലാഭം അത് കൂടുതൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യും, ശരിയല്ലേ? സോ ദാറ്റ് ഈസ് കോൾഡ് ദാറ്റ് ഇസ് ദ നേച്ചർ ഓഫ് ദി വർക്കിംഗ് മെക്കാനിസം ഇൻ ദി മാർക്കറ്റ് where all products which are high profitability will be produced, more producers will come. Now, this is a simple diagram that explains the behavior of a market mechanism. ഒരു സെക്കൻഡ് ഞാൻ വി മോഡൽ ഇട്ടോട്ടെ. അപ്പോൾ ഇത് സാറിന് ഡയഗ്രാം, ഈ ഡയഗ്രാം വലിയ കഥകളൊന്നും നമ്മൾ പറയുന്നില്ല. എങ്ങനെയാണ് മാർക്കറ്റ് മെക്കാനിക്സിൽ ഡിമാൻഡും സപ്ലൈയും കൂടെ കൂടി ഈ ഇക്വിലിബ്രിയം തീരുമാനിക്കാൻ നമുക്ക് അവന് ഈന്ന് പേരിടാം അല്ലേ? എന്നിട്ട് അവിടെ പ്രൈസ് എത്ര $3 ആയിരിക്കും, എത്ര യൂണിറ്റ് വിറ്റ് പോകും? 8 യൂണിറ്റ് വിറ്റ് പോകും അല്ലേ? കൂടുതൽ ഡിമാൻഡ് വരുമ്പോഴത്തേക്കോ, കൂടുതൽ ഡിമാൻഡ് വേണമെങ്കിൽ വരാം, ഇങ്ങനെ മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും സോ ദിസ് മച്ച് 10 യൂണിറ്റ്സ് 10 അല്ല ഒരു 15 യൂണിറ്റ്സ് വിൽ ബി സോൾഡ്. ഓക്കെ, സോ പ്രൈസ് റിമെയിൻസ് 3 ബിക്കോസ് ഡിമാൻഡ് ഹാസ് ഷിഫ്റ്റഡ് അപ്വേർഡ്സ്. അപ്പോൾ അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്, പല ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പം നമ്മൾ ഈ ഡയഗ്രം ഇവിടെ കാണിക്കുന്നത് ജസ്റ്റ് എ സിംബോളിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ഹൗ market mechanism is working its usual way, like through demand, through supply, the price of a commodity determine the total quantity sold in the market is also expressed there. So this is the way in which market mechanism works. Now, what is state? എന്താണ് സ്റ്റേറ്റ് എന്താണ് നമുക്ക് കാണാം. ഒരു സെക്കൻഡ്. അപ്പോൾ സ്റ്റേറ്റ് എന്താണ്? സ്റ്റേറ്റ് മീൻസ് ഗവൺമെൻറ്, വേർ സ്ട്രോങ് ഗവൺമെൻറ് റെഗുലേഷൻ, ഡിസൈൻ, ഓക്കെ, ആൻഡ് ഇക്കണോമിക് ഓർഗനൈസേഷൻ, എക്കണോമിക് ആക്ടിവിറ്റീസ് എക്സെട്ര ടേക്ക് പ്ലേസ്. അപ്പോൾ അവിടെ എന്തായിരിക്കും സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ? ഒരു ചൈനയിലെ ഇക്കണോമിക് സിസ്റ്റം എന്താണ്? ക്യാപിറ്റലിസം വിത്ത് ചൈനീസ് ക്യാരക്ടറിസം, അല്ലെങ്കിൽ സോഷ്യലിസം വിത്ത് ചൈനീസ് ക്യാരക്ടറിസം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവിടെ ഗവൺമെൻറ് ആയിരിക്കും ആക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഗവൺമെൻറ് ഗൈഡ് ചെയ്യും, ഗവൺമെൻറ് റെഗുലേറ്റ് ചെയ്യും, സ്ട്രോങ് ഗവൺമെൻറ് റെഗുലേഷൻ. ഓക്കെ, ഇക്കണോമിക് ആക്ടിവിറ്റീസ് എല്ലാം ഗവൺമെൻറ് ആയിരിക്കും തീരുമാനിക്കുന്നത്. സ്റ്റേറ്റ് മീൻസ് ഗവൺമെൻറ് ഇൻ its taxation, welfare scheme, borrowing, etc. all decides the economic momentum, the way in which economic activities are managed. Okay, now government makes taxes like GST, income taxes. Government launches several programs like NRGS and with social interest. എന്ന് പറഞ്ഞാൽ എന്താ? സൊസൈറ്റിക്ക് ഒരു താല്പര്യം കാണുമല്ലോ, സൊസൈറ്റിയുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് സ്ട്രോങ് ആയിട്ട് എന്ത് ചെയ്യും? മാർക്കറ്റിൽ ഇടപെടും. ആത്മനിർഭർ ഭാരത് ഈസ് ആൻ എക്സാമ്പിൾ. ഒരു ഗവൺമെൻറ് സ്കീമാട്ടോ ഈ കോവിഡിൻ്റെ കാലത്ത് വന്നാൽ. ഗവൺമെൻറ് മേക്സ് ലാർജ് സ്കെയിൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇൻഫ്രാസ്ട്രക്ചർ പ്രോഗ്രാം, ഭയങ്കര ഇൻഫ്രാസ്ട്രക്ചർ പ്രോഗ്രാം ഗവൺമെൻറ് ആണ്. ഗവൺമെൻറ് മേക്സ് ബോറോയിങ് ടു മേക്ക് ഫർദർ സ്പെൻഡിങ്. ഗവൺമെൻറ് കൂടുതൽ ബോറോ ചെയ്യും, എന്നിട്ട് പിന്നെ സ്പെൻഡ് ചെയ്യും. ഓക്കെ, നൗ we are going to see what are the advantages and disadvantages of state or government. Okay, ഗവൺമെൻറ്റിൻ്റെ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഗവൺമെൻറ് സ്പോൺസേഡ്, ഗവൺമെൻറ് റെഗുലേറ്റഡ് ആയിട്ടുള്ള ഇക്കണോമിക് ആക്ടിവിറ്റീസിലെ ആ തരത്തിലുള്ള ഇക്കോണമിയുടെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നമ്മൾ നോക്കുക. ഗവൺമെൻറ് ഈസ് എ പവർഫുൾ ഇക്കണോമിക് ഏജൻറ്റ്. ഇറ്റ് ക്യാൻ ഇനിഷ്യേറ്റ് ഡെവലപ്മെൻറ്റ്, സപ്പോർട്ട് പുവർ പീപ്പിൾ ആൻഡ് ക്രിയേറ്റ് വൈറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ. ഇതൊക്കെ നമുക്കറിയാമല്ലോ, ഈ രീതിയിലാണല്ലോ നമ്മൾ ഗവൺമെൻറ്റിനെ അറിയുന്നത്, ശരിയല്ലേ? പവർഫുൾ ഇക്കണോമിക് ഏജൻറ്റ്. അത് പല ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും, പുവർ പീപ്പിളിനെ സപ്പോർട്ട് ചെയ്യും, ഇൻഫ്രാസ്ട്രക്ചർ ജനറേറ്റ് ചെയ്യും, നമ്മുടെ ഗവൺമെൻറ് കോളേജ് പോലുള്ള സ്ഥാപനങ്ങൾ ക്രിയേറ്റ് ചെയ്യും. Okay, then what are the advantages of government as an institution for guiding the economy? It promotes equality, അല്ലേ? എല്ലാവർക്കും തുല്യനീതി അല്ലെങ്കിൽ സാമൂഹ്യ നീതി എന്നൊക്കെ നമ്മൾ പറയല്ലേ, അത് ഉറപ്പാക്കാൻ ഒരു പൊതു ശ്രമം അവിടെ ഗവൺമെൻറ് നടത്തിയിരിക്കും. പ്രയോറിറ്റൈസസ് ഇൻവെസ്റ്റ്മെൻറ്റ്, ആ ഇൻവെസ്റ്റ്മെൻറ്റിനേക്കാളും നല്ലതാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ്. കാരണം ഈ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്? കൂടുതലായിട്ടുള്ള സൊസൈറ്റിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കും, സൊസൈറ്റിക്ക് കൂടുതൽ ബെനിഫിറ്റ് കൊടുക്കുന്നു, ഇൻഡിവിജ്വൽ ബെനിഫിറ്റ് കൊടുക്കാതെ എന്ന് പറഞ്ഞാൽ വലിയ എന്താ പറയുക, മൊണോപ്പൊളി ക്രിയേറ്റ് ചെയ്യാതെ. അപ്പോൾ അങ്ങനെ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെ ആദ്യമായിട്ട് നടത്തും, അല്ലെങ്കിൽ അവയ്ക്ക് പ്രാധാന്യം കൂടുതൽ കൊടുക്കും. ഓക്കെ, ട്രൈസ് ടു ഇംപ്രൂവ് വെൽഫെയർ ഓഫ് ദി സൊസൈറ്റി, സൊസൈറ്റിയുടെ വെൽഫെയർ പ്രൊമോട്ട് ചെയ്യാൻ നോക്കും. ക്യാൻ ക്രിയേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഫോർ ദി ഹോൾ ഇക്കോണമിക്ക് മുഴുവനായിട്ട് ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യും, ശരിയല്ലേ? സ്റ്റേറ്റ് കൺസിഡേഴ്സ് സോഷ്യൽ വെൽഫെയർ ആൻഡ് ഗീവ്സ് കൺസിഡേഴ്സ് ടു ദി പുവർ ആസ് വെൽ. അപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചാണെങ്കിൽ ഗവൺമെൻറ് എന്ത് ചെയ്യും? പുവർ പീപ്പിളിന് കൂടുതൽ കൺസിഡറേഷൻ കൊടുക്കും, പിന്നെ സൊസൈറ്റിയുടെ മുഴുവൻ വെൽഫെയർ ഗവൺമെൻറ് നോക്കും. Now, what are the disadvantages? We are going to see state regulation may fail to ensure best resource utilization. സ്റ്റേറ്റ് ഇങ്ങനെ ഭയങ്കരമായിട്ട് റെഗുലേറ്റ് ചെയ്യുകയാണെങ്കിലോ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഏറ്റവും മികച്ച വെയിൽ പലപ്പോഴും നമുക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഗവൺമെൻറ്റിന് എപ്പോഴും എന്ത് ചെയ്യും? ഒരു സെക്കൻഡ്. അപ്പോൾ മക്കളെ, ഞാൻ തിരിച്ചു വന്നു. വി ആർ ഡിസ്കസിങ് അബൌട്ട് disadvantages when the government is regulating the economy. State regulation may fail to ensure best resource utilization. Resource utilization എന്ന് പറഞ്ഞാൽ അറിയാം,
നമുക്ക് കുറച്ച് ഫണ്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നാച്ചുറൽ റിസോഴ്സ് ഉണ്ട്, അത് ഏറ്റവും ബെസ്റ്റ് മെത്തേഡിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം അല്ലേ. അപ്പോൾ ആ ബെസ്റ്റ് മെത്തേഡ് നമുക്ക് ഓരോ നൂറുകണക്കിന് ആവശ്യങ്ങളുണ്ട്, പക്ഷേ നമുക്ക് 10 റിലീസ് ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 10 നമ്മൾ സെലക്ട് ചെയ്ത് ആ ഒരു കേസ് അങ്ങനെ ഏറ്റവും മികച്ച യൂസിന് റിസോഴ്സസിനെ ഡിപ്ലോയ് ചെയ്യുന്ന കേസിൽ സ്റ്റേറ്റ് പോരാ എന്നാണ് അതിനെക്കുറിച്ചുള്ള ഒരു ക്രിറ്റിസിസം. ഓക്കെ, ഇറ്റ് മേ ഫെയിൽ ടു പ്രൊമോട്ട് കോമ്പറ്റീഷൻ കാണില്ല. ഗവൺമെൻറ് മൊണോപ്പൊളി ആയിരിക്കും, ഗവൺമെൻറ് എന്താ പറയുക അല്പം ഇൻഎഫിഷ്യൻ്റ് ആണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ചരിത്രം അങ്ങനെയാണ് നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. ഓക്കെ, സോ എഫിഷ്യൻസി കുറവായിരിക്കും, കോമ്പറ്റീഷൻ കുറവായിരിക്കും, അപ്പോൾ ഇക്കോണമിയിൽ ആ തരത്തിലുള്ള നേട്ടങ്ങളൊന്നും കാണുകയില്ല. പ്രൈവറ്റ് സെക്ടറിൽ ഭയങ്കര കോമ്പറ്റീഷൻ ഉണ്ടെന്ന് അതിനർത്ഥം. ഗവൺമെൻറ് ഓഫൻ ഫേസ് ടു ഡയറക്ട്ലി പ്രൊമോട്ട് ഇന്നോവേഷൻ കണ്ടുപിടുത്തങ്ങളും പിന്നെ കണ്ടുപിടുത്തങ്ങളെ അപ്ലൈ ചെയ്തുള്ള പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കിച്ച് അതൊന്നും ഗവൺമെൻറ് ആണെങ്കിൽ നടക്കില്ല. മനസ്സിലായല്ലോ? അപ്പോൾ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഇവിടെ വരില്ല എന്നാണ്. ഗവൺമെൻറ് ആണെങ്കിലുള്ളൊരു പ്രശ്നം. ഗവൺമെൻറ് പുതിയ ഭയങ്കര സംഭവങ്ങൾ ഗവൺമെൻറ് കണ്ടുപിടിച്ച ചരിത്രങ്ങളുണ്ടോ? ഇല്ല. കണ്ടുപിടിക്കാനുള്ള ഒരു മോട്ടിവേഷൻ നമ്മൾ ഗവൺമെൻറ്റിലാണെങ്കിൽ പലപ്പോഴും അവിടെ നിന്ന് കിട്ടണമെന്നില്ല. സോ ഇൻവെൻഷൻ ഭയങ്കര കുറവാണ്. ദെൻ so that is about the advantages and disadvantages of government or state. Now we are coming to see how important is or what are the advantages and disadvantages market mechanism when we are using market mechanism as a guiding force for economy management. Now the market mechanism has a lot of advantages and disadvantages that is critical in affecting the welfare of the economy. Okay, now what are the advantages? മാർക്കറ്റ് മെക്കാനിസം മീൻസ് കോമ്പറ്റീഷൻ എഫിഷ്യൻസി. ഭയങ്കര കോമ്പറ്റീഷൻ, ഏറ്റവും മികച്ച ആൾക്ക് തന്നെ ആ പ്രൊഡക്റ്റ് നമ്മൾ മേടിക്കുള്ളൂ, ശരിയല്ലേ? പിന്നെ അതുകൊണ്ട് തന്നെ കുറച്ച് റിസോഴ്സ് വെച്ച് മാക്സിമം ഔട്ട്പുട്ട് ഉണ്ടാക്കുന്ന നമുക്ക് ഭയങ്കര എഫിഷ്യൻസി ആയിരിക്കും. ഇറ്റ് പ്രൊമോട്ട്സ് ബെറ്റർ യൂസ് ഓഫ് റിസോഴ്സ്. അതാണ് ഇത് രണ്ടും ഉണ്ടെങ്കിൽ എന്താണ് കോമ്പറ്റീഷൻ എഫിഷ്യൻസി ഉണ്ടെങ്കിൽ എന്താ നിലവിലുള്ള പ്രൊഡക്റ്റൊക്കെ ഉൽപ്പന്നങ്ങളൊക്കെ ഏറ്റവും മികച്ച രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും എന്ന് പറഞ്ഞാൽ നിലവിലുള്ള റിസോഴ്സൊക്കെ ഏറ്റവും മികച്ച രീതിയിൽ യൂസ് ചെയ്യപ്പെടും. ദെൻ മാർക്കറ്റ് മെക്കാനിസം പ്രൊമോട്ട്സ് ഇന്നോവേഷൻ ആൻഡ് ഇൻവെൻഷൻ. കണ്ടുപിടുത്തത്തിൻ്റെ കൊമേഴ്സ്യൽ ആപ്ലിക്കേഷൻസും എല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കണമെന്നുള്ള മാർക്കറ്റ് മെക്കാനിസം വേണം. മാർക്കറ്റ് ഈസ് ബെസ്റ്റ് ഫിറ്റ് ഫോർ പ്രൈസ് ഡിസ്കവറി. ഇപ്പോൾ പ്രൈസ് ഡിസ്കവറി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? സപ്ലൈയും ഡിമാൻഡും ഒക്കെ മീറ്റ് ചെയ്ത് ഒരു പ്രൊഡക്റ്റിൻ്റെ ബെറ്റർ ടെക്നോളജിയിൽ ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്ത് കുറച്ച് വില വിൽക്കാൻ പറ്റുമെങ്കിൽ മാർക്കറ്റ് മെക്കാനിസം അങ്ങനെ പറ്റും. ഗവൺമെൻറ് ആണെങ്കിൽ ഗവൺമെൻറ് ഒരു സ്വലമായിട്ടൊരു പ്രൈസ് തീരുമാനിക്കും. ഗവൺമെൻറ് ലോ ക്വാളിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് ടെക്നോളജി നന്നായിട്ട് യൂസ് ചെയ്യില്ല, അതിനുള്ള മോട്ടിവേഷനില്ല, ഇന്നോവേഷനില്ല. അതുകൊണ്ട് നല്ല പ്രൊഡക്റ്റ് ആണെങ്കിൽ അതുകൊണ്ട് തന്നെ പ്രൊഡക്റ്റിന് നല്ല പ്രൈസ് ഡിസ്കവറിങ് ആണല്ലോ. ബെസ്റ്റ് പ്രൈസ് ഡിസ്കവറി ഐ മീൻ ഫ്രം ഡിഫറെൻറ്റ് വേസ്. ഇപ്പോൾ പ്രൈസ് ഡിസ്കവറി ഓക്കെ ഗവൺമെൻറ് ആണെങ്കിൽ ഗവൺമെൻറ് ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ഇഷ്ടമുള്ള രീതിയിൽ പ്രൊഡക്റ്റ് കൊടുക്കുന്നു, അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് റിസോഴ്സ് കൊടുക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ ഡിസഡ്വാൻറ്റേജസ് മാർക്കറ്റ് മെക്കാനിസം ഫേസ് ടു പ്രൊമോട്ട് ഇക്വാളിറ്റി. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ്. ഏറ്റവും വീക്കറായിട്ടുള്ള സെക്ഷൻസിനെ മാർക്കറ്റ് മെക്കാനിസം സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇറ്റ് ഫേസ് ടു വർക്ക് ഫോർ സോഷ്യൽ വെൽഫെയർ ഉറപ്പാക്കാൻ മാർക്കറ്റ് മെക്കാനിസം പറ്റില്ല. മാർക്കറ്റ് മേ ഫെയിൽ വെൻ ദർ ഇസ് എക്സ്ട്രീം റിസ്ക് ഇൻ ദി ഇക്കോണമി. ഭയങ്കരമായിട്ട് ഇക്കോണമിയിൽ റിസ്ക് ഉണ്ടെങ്കിലോ മാർക്കറ്റ് ആ റിസ്ക് ഓർക്കും ചെയ്യാൻ മാർക്കറ്റിന് പറ്റില്ല. പക്ഷേ ഗവൺമെൻറ്റിന് പറ്റിയേക്കും. റിസ്ക് ഉണ്ടെങ്കിലും ശരി, അതുപോലെ റിട്ടേൺ കുറവാണെങ്കിൽ ശരി, ഗവൺമെൻറ് മെക്കാനിസം വർക്ക് ചെയ്യും. പക്ഷേ ഒരിക്കലും മാർക്കറ്റ് അവിടെ വർക്ക് ചെയ്യുക. അവിടെ മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കില്ല, പ്രൊഡക്ഷൻ നടക്കില്ല, എംപ്ലോയ്മെൻറ്റ് കാണില്ല, ഗ്രോത്ത് കാണില്ല. റിസഷൻ ഡിപ്രഷൻ പോലുള്ള സമയത്ത് ഫിനാൻഷ്യൽ സെക്ടർ ക്രൈസിസ്. ഇൻ ദീസ് സിറ്റുവേഷൻസ് the market may not function. Okay, the COVID pandemic is a situation where market failed. മാർക്കറ്റ് പരാജയപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഇൻസ്റ്റൻസ് ആണ് കോവിഡിൻ്റെ കാലഘട്ടത്തിൽ. അവിടെ പലപ്പോഴും പല കമ്പനികളും പൂട്ടിപ്പോയി, പല കമ്പനികൾ പ്രൊഡക്ഷൻ നിർത്തി, അതുപോലെ തന്നെ ചില കമ്പനികളിൽ പ്രൊഡക്ഷൻ കട്ട് ചെയ്ത്. അപ്പോൾ അതുകൊണ്ട് പരാജയങ്ങളും ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് മെക്കാനിസം വർക്ക് ചെയ്യില്ല, പക്ഷേ ഗവൺമെൻറ് വർക്ക് ചെയ്യാം. ദി ഗവൺമെൻറ് ഹാസ് ടു ഇൻ്റർവീൻ ടു സ്റ്റിമുലേറ്റ് ദി ഇക്കോണമി. ഇപ്പോൾ ഇവിടെയാണ് ഗവൺമെൻറ്റിനെ പറ്റുള്ളൂ ഇക്കോണമി സ്റ്റിമുലേറ്റ് ചെയ്യാൻ. ദി മാർക്കറ്റ് cannot stimulate ഇക്കോണമി when there is slowdown like the present in economic phases. Okay, മാർക്കറ്റ് cannot find correct price of environmental goods and service. എൻവയറമെൻ്റലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഗുഡ്സ് ഒക്കെ ഇല്ലേ, നമ്മൾ ഭയങ്കര കാട്ടിലെ തടി വെട്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ അതിലൊക്കെ ആ കാടിന് വരുന്ന നഷ്ടത്തിൻ്റെ കോസ്റ്റ് ഒരിക്കലും ഈ പ്രൊഡക്റ്റിൽ വരില്ല. മനസ്സിലായല്ലോ? അപ്പോൾ എൻവയറമെൻ്റൽ ഗുഡ്സിനെയും സർവീസിനെയും വാല്യൂ ചെയ്യാൻ കറക്റ്റായിട്ട് ആർക്ക് പറ്റില്ല? മാർക്കറ്റിന് പറ്റിയാലെന്ന് അതിനർത്ഥം. അതുകൊണ്ട് മാർക്കറ്റ് മെക്കാനിസം എല്ലായിടത്തും നല്ലതാണെന്ന് നമ്മൾ വിചാരിക്കരുത്. ഓൾ ദീസ് ആർ ദി അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് വി സോ ഓഫ് ദി മാർക്കറ്റ് മെക്കാനിസം വെൻ വി ആർ യൂസിങ് മാർക്കറ്റ് മെക്കാനിസം or the market to administer economic activities. So control and guidance of economic activities, agents of economic activities like markets, firms, price, etc. by the state people, by state help to realize broader economic activities that are related to the entire economy. അപ്പോൾ നമുക്ക് സ്റ്റേറ്റും വേണം, നമുക്ക് മാർക്കറ്റും വേണം.
ഓക്കെ, അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി, ഞാനത് കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ അതുപോലെ നമ്മൾ പറയുന്നുണ്ട് ഇന്ത്യയിലെ ഒരു മിക്സ്ഡ് ഇക്കോണമി സെറ്റപ്പാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചോളം മാർക്കറ്റിൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഐറ്റങ്ങൾ ഫീച്ചേഴ്സ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നു, ഗവൺമെൻറ്റിൻ്റെ മെച്ചങ്ങൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അതുകൊണ്ട് മിക്സ്ഡ് ഇക്കോണമിയിൽ ഈ രണ്ട് ഏജൻസിൻ്റെയും ബെസ്റ്റ് ഫീച്ചേഴ്സിനെ അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് മാർക്കറ്റ് വേഴ്സസ് ദി ഗവൺമെൻറ്. ഓക്കെ, എസ് വരാനുള്ള സാധ്യത ചെറുതായിട്ടുണ്ട്, ഉണ്ടെങ്കിലും നിങ്ങൾ ആ പോയിന്റ് വെച്ച് ഒന്ന് എലാബറേറ്റ് ചെയ്താൽ മതി. ദെൻ നൗ വി ആർ കമ്മിങ് ടു പാർട്ട് ഈസ് പബ്ലിക് റവന്യൂ. എന്താണ് പബ്ലിക് റവന്യൂ? പബ്ലിക് റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഗവൺമെൻറ് റവന്യൂ എന്നാണ് അർത്ഥം, ശരിയല്ലേ? ഗവൺമെൻറ് റവന്യൂ നമ്മൾ കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താ? ടാക്സസ് അല്ലേ? പലതരത്തിലുള്ള ടാക്സ്, ഇൻകം ടാക്സ് ഉണ്ട് അല്ലേ, എക്സൈസ് ഡ്യൂട്ടി ഉണ്ട്, അതിനേക്കാൾ ഒരു ഇപ്പോഴത്തെ GST ഉണ്ട്. സോ ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടാക്സസ് ഫോർ ദി ഗവൺമെൻറ്. ഓക്കെ, സിമിലർലി ദർ ആർ നോൺ ടാക്സ് റവന്യൂസ് ആസ് വെൽ. അപ്പോൾ അങ്ങനെ ഏതൊക്കെ ടാക്സാണ്, ഏതൊക്കെ നോൺ ടാക്സ് റവന്യൂ ആണ് എന്നാണ് ഈ ടോപ്പിക്ക് നമ്മൾ പഠിക്കാൻ പോകുക. ഓക്കെ, നൗ പബ്ലിക് റവന്യൂ റെഫേഴ്സ് ടു ദി റവന്യൂ ഒബ്റ്റൈൻഡ് ബൈ ദി ഗവൺമെൻറ് ഫ്രം സോഴ്സസ് ലൈക്ക് ടാക്സേഷൻ, ഫീസ്, പെനാൽറ്റീസ്, പ്രോഫിറ്റ് ഫ്രം പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് എക്സെട്ര. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഗവൺമെൻറ് കിട്ടുന്ന വരുമാനത്തെയാണ് പബ്ലിക് റവന്യൂ എന്ന് പറയുന്നത്. പബ്ലിക് റവന്യൂ ഈസ് ഇൻസ്ട്രുമെൻ്റൽ ആൻഡ് ഇസ് എ ചീഫ് സോഴ്സ് ഓഫ് ഇൻകം ഫോർ ദി ഗവൺമെൻറ് ടു ഫൈനാൻസ് ഈസ് എക്സ്പെൻഡിച്ചർ. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറിനെ ഫൈനാൻസ് ചെയ്യാൻ വേണ്ടി അതിന് മുമ്പുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്താണ്? പബ്ലിക് റവന്യൂ ആണ്. പബ്ലിക് റവന്യൂ ഈസ് ഡിഫറെൻറ്റ് ഫ്രം പബ്ലിക് റെസീപ്റ്റ്സ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട. പബ്ലിക് റവന്യൂ ഏതാണ്? നമുക്ക് റെസീപ്റ്റ്സിനെ ഗവൺമെൻറ്റിന് കുറേ ബോറോയും കിട്ടുന്നുണ്ട്, അതും കൂടെ കൂടുന്നതാണ് പബ്ലിക് റെസീപ്റ്റ്സ്. നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കുക പബ്ലിക് റെസീപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ ടാക്സ്, നോൺ ടാക്സ് പ്ലസ് ഗവൺമെൻറ്റിന് എടുക്കുന്ന ബോറോയും കൂടെ കൂടുന്നതാണ് റെസീപ്റ്റ്സ്. പക്ഷേ റവന്യൂ എന്ന് പറഞ്ഞാൽ ബോറോയിങ് അല്ലല്ലോ, അതുകൊണ്ട് അതിൻ്റെ എന്തൊക്കെ ആണല്ലോ? ടാക്സ്, നോൺ ടാക്സ് റവന്യൂ ആണല്ലോ. ഇനി നമ്മൾ നോക്കാം, ദർ ആർ 2 ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് പബ്ലിക് റവന്യൂസ്. ഓക്കെ, ഫസ്റ്റ് ഈസ് ടാക്സ് റവന്യൂ, അറിയാലോ, ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള. 2 നോൺ ടാക്സ് റവന്യൂ. നമുക്കറിയാവുന്ന നോക്കേണ്ടത് ഏതൊക്കെയാണ് നോൺ ടാക്സ് റവന്യൂ എന്നാണ് നമ്മൾ നോക്കേണ്ടത് അല്ലേ? നമുക്ക് ടാക്സ് ഏതൊക്കെയാണ്? നമുക്ക് ടാക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം, ഒരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. പക്ഷേ നോൺ ടാക്സ് റവന്യൂ ഏതാണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് നമുക്ക് രണ്ടും നമുക്ക് നോക്കാം, ടാക്സും നോക്കാം, നോൺ ടാക്സ് റവന്യൂ നോക്കാം. ഒരു സെക്കൻഡ് റീഡ് മോഡിലിട്ടു. ഇനി ഫസ്റ്റ് എന്താണ് ടാക്സ് റവന്യൂ? ഏതൊക്കെയാണ്? ടാക്സ് റവന്യൂ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. 1 സെക്കൻഡ്. Okay, it's the most important source of income for the government. Important tax revenue of the central government are നമ്മൾ കാണുന്നത് നമുക്കറിയാലോ. ഒരു ഗവൺമെൻറ് ആണെങ്കിൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട റിസോഴ്സ് ഏതൊക്കെയായിരിക്കും, അല്ലെങ്കിൽ റവന്യൂ ഏതായിരിക്കും? ടാക്സ് റവന്യൂ ആയിരിക്കും, അറിയാലോ. നമുക്കറിയാമെങ്കിൽ ഇന്ത്യ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഒരു 65% ഗവൺമെൻറ്റിൻ്റെ മൊത്തമുള്ള റെസിപ്റ്റ്സിൻ്റെ ഒരു 50, കഴിഞ്ഞ 45 ഉള്ളൂ, ഒരു 55% ടാക്സ് റവന്യൂ ആയിരിക്കും, ഒരു 5% നോൺ ടാക്സ് റവന്യൂ ആയിരിക്കും, 5 ഒരു 10% ചിലപ്പോൾ വരാം, 60% ടാക്സ് റവന്യൂ വരാം, 55 തൊട്ട് 60 വരെ വരാം, ഒരു 5% നോൺ ടാക്സ് റവന്യൂ, 35% ഗവൺമെൻറ് ബോറോ ഈ ബഡ്ജറ്റ് നടത്തും. അങ്ങനെയാണ് ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിലെ ഒരു ഘടന. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് നോക്കുന്നത് ഏതൊക്കെയാണ് ടാക്സ് റവന്യൂ എന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ടാക്സ് റവന്യൂ ഏതാണ്? GST ആണോ? അതെ, GST ആണ് ഗവൺമെൻറ് ഏറ്റവും പ്രധാനപ്പെട്ട ടാക്സ് റവന്യൂ. ഒരു സെക്കൻഡ് ഞാനൊന്ന് കറക്റ്റായിട്ട് ഇട്ടോട്ടെ. അപ്പോൾ നമ്മൾ GST കുറിച്ച് കാണുമ്പോഴേ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, ഈ GST ഗവൺമെൻറ് ഏറ്റവും പറഞ്ഞ ടാക്സാണ്. നേരത്തെ 2 വർഷം അങ്ങനെ അല്ലായിരുന്നു, കോർപ്പറേറ്റ് ഇൻകം ടാക്സ് ആയിരുന്നു. ഈ വർഷമാണ് GST ഇങ്ങനെ, അതായത് 2020, 2021, 2019, 2020 2021, 2022 GST ഏറ്റവും പ്രധാനപ്പെട്ട 19 കോർപ്പറേറ്റ് ഇൻകം ടാക്സ് ആയിരുന്നു. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഏറ്റവും പറഞ്ഞ ടാക്സ് ഏത്? GST. രണ്ടാമത്തെ പ്രധാന ടാക്സ് ഏത്? കോർപ്പറേറ്റ് ടാക്സ്. മൂന്നാമത്തെ പ്രധാന ടാക്സ് ഏത്? പേഴ്സണൽ ടാക്സ്. നാലാമത്തേത് കസ്റ്റംസ് ഡ്യൂട്ടി. അഞ്ചാമത്തേത് ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ്. അഞ്ചാമത്തെ ഇതാണ്, നാലാമത്തെ ഇതാണ്. നമ്മൾ ആ ക്രമം അനുസരിച്ചല്ല പറഞ്ഞിരിക്കുന്നു കേട്ടോ, അത് വേറൊരു കാര്യം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഗുഡ്സ് ആൻഡ് സർവീസ് ആണ്, രണ്ടാമത്തെ കോർപ്പറേറ്റ് ടാക്സ് ആണ്, മൂന്നാമത്തെ പേഴ്സണൽ ടാക്സ് ആണ്, നാലാമത്തെ എക്സൈസ് ഡ്യൂട്ടിയാണ്, അഞ്ചാമത്തെ കസ്റ്റംസ് ഡ്യൂട്ടിയാണ്, ആറാമത്തെ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ്. അപ്പോൾ ഈ ടാക്സിനെ കുറിച്ചൊക്കെ ഒന്ന് പരിചയപ്പെട്ട് നോക്കി. ഇങ്ങനെയുള്ള ടാക്സ് ഉണ്ട്. ഇപ്പോൾ കൊമേഴ്സ് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചാൽ അവർക്കറിയാം ഏതൊക്കെ ടാക്സ് എന്നറിയാം. ഇംഗ്ലീഷും മലയാളം പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചാൽ ഇതൊക്കെ കൊല്ലം കേട്ടിട്ടുണ്ട്. പക്ഷേ സെൻട്രലിൻ്റെ ആണോ സ്റ്റേറ്റിൻ്റെ ആണോ നിങ്ങൾക്ക് ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ട ഗവൺമെൻറ് ടാക്സ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ടാക്സിനെ കുറിച്ച് നമ്മളിവിടെ പറയുന്നത്, കാരണം സെൻട്രൽ ആണല്ലോ ഇന്ത്യയിലെ വലിയൊരു സംഭവം. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ടാക്സ് ഏതാണ്?
GST ആണ് ഏറ്റവും പ്രധാനം. രണ്ടാമത്തേതാണ് കോർപ്പറേറ്റ് ഇൻകം ടാക്സ്. കമ്പനികൾ അടയ്ക്കുന്ന ഇൻകം ടാക്സ് ആട്ടോ. അടുത്തത് നമ്മൾ വ്യക്തികൾ അടയ്ക്കുന്ന ഇൻകം ടാക്സ്. അടുത്ത കസ്റ്റംസ് ഡ്യൂട്ടി. ഒരു സാധനം വിദേശത്ത് ഇറക്കുമതി കഴിഞ്ഞാൽ അന്നേരം നമ്മൾ കൊടുക്കേണ്ടത്. ഒരു സാധനം ചിലപ്പോൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ചില സമയത്ത് ടാക്സ് ഇറക്കുക, അന്നേരം നമ്മൾ കൊടുക്കുന്ന എക്സ്പോർട്ട് ടാക്സ്. പിന്നെ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ്. ഒരു സാധനം നമ്മൾ 100 രൂപയ്ക്ക് മേടിച്ചു, നമ്മുടെ സ്വപ്നം അത് 5000 രൂപയ്ക്ക് വിൽക്കണമെന്നാണല്ലോ, അല്ലെങ്കിൽ ഒരു 100 രൂപ മേടിച്ചിട്ട് 200 രൂപയ്ക്ക് വിൽക്കണമെന്നാണല്ലോ. അപ്പോൾ 100 രൂപയുടെ ലാഭം നമുക്ക് കിട്ടി, ആ രൂപ ലാഭത്തിൻ്റെ 20% നമ്മൾ 20% അല്ലെങ്കിൽ പേഴ്സണൽ ഇൻകം ടാക്സിൻ്റെ റേറ്റിലൊക്കെ നമ്മൾ ഗവൺമെൻറ് ടാക്സ് കൊടുക്കേണ്ടി വരും. അതിനെ നമ്മൾ പറയുന്ന പേര് ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ്. എക്സൈസ് ഡ്യൂട്ടി എന്ന് പ്രൊഡക്ഷൻ ടാക്സ് ആണ്. അത് പെട്രോളിയം ഗുഡ്സിൻ്റെ മേലുള്ള പ്രൊഡക്ഷൻ ടാക്സ് ഇപ്പോഴും സെൻറ്ററിൻ്റെ കയ്യിൽ തന്നെയാണ്. ആ എക്സൈസ് ഡ്യൂട്ടി ഇന്ത്യയിലെ ഏറ്റവും വലിയ 4ാമത്തെ ടാക്സ് റവന്യൂ ആണ്. ഓക്കെ, സോ ദീസ് ആർ ദി ഡിഫറെൻറ്റ് ടാക്സ് റവന്യൂസ് ഓഫ് ദി ഗവൺമെൻറ്. നമുക്ക് യാതൊരു സംശയമില്ല ഈ ടാക്സ് റവന്യൂ നമ്മൾ പലത് തന്നെ കേട്ടിട്ടുള്ളതാണ്, പക്ഷേ ഇതൊക്കെ സെൻറ്ററിൻ്റെ ആണോ നമുക്കറിയത്തില്ല, സ്റ്റേറ്റിൻ്റെ ആണോ എന്നറിയില്ല. അപ്പോൾ ഇതാണ് സെൻട്രൽ ഗവൺമെൻറ് പ്രധാനപ്പെട്ട ടാക്സ് റവന്യൂ, അതിൻ്റെ ഒരു പ്രൊഫൈല്. ഓക്കെ, ഇത് 2021 ബഡ്ജറ്റ് പ്രകാരം GST ഏറ്റവും പ്രധാന ടാക്സ് അങ്ങനെ. ഓക്കെ, അപ്പോൾ നമുക്കറിയാലോ GST 28.5, കോർപ്പറേറ്റ് ടാക്സ് 28.1. ഇപ്പോൾ ഇച്ചിരിയോടെ ഒരു വ്യത്യാസമുണ്ട് 2021-22 മൊത്തം ടാക്സ് റവന്യൂ നമ്മൾ നോക്കുക. ഇനി നമുക്ക് അങ്ങനെ ഫിഗേഴ്സൊന്നും പരീക്ഷയ്ക്ക് പ്രധാനപ്പെട്ടതല്ലോ കേട്ടോ. ഏകദേശം ഇതൊക്കെയാണ് ടാക്സ് റവന്യൂ എന്ന് മാത്രം പറഞ്ഞാൽ മതി, അല്ലാതെ നമ്മൾ എല്ലാം ഫിഗേഴ്സൊന്നും കാണാൻ പഠിക്കുന്നില്ല. പക്ഷേ ഫിഗേഴ്സൊക്കെ നിങ്ങൾക്ക് തരാതെ ഞാൻ പഠിപ്പിച്ച് കഴിഞ്ഞാൽ അത് ഔദ്യോഗികമാകില്ല, അതുകൊണ്ടാണ് ആ ഫിഗേഴ്സ് തന്നിരിക്കുന്നത്. പിന്നെ സെൻട്രൽ ഗവൺമെൻറ് പ്രധാനപ്പെട്ട ടാക്സ് ഇതൊക്കെയാണ്. നമ്മുടെ ഡയഗ്രത്തിൽ പറഞ്ഞപ്പോൾ ഫിഗേഴ്സ് നമുക്ക് ബോറിംഗ് ആണ്, ഡയഗ്രാം നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഡയഗ്രത്തിൽ നോക്കുമ്പോൾ പെട്ടെന്ന് പിടികിട്ടി GST ഇതുണ്ടോ 28.5, കോർപ്പറേറ്റ് ടാക്സ് ഇതുണ്ടോ, ഡയഗ്രാം, പേഴ്സണൽ ഇൻകം ടാക്സ്, യൂണിയൻ എക്സൈസ് ഡ്യൂട്ടി 4ാം സ്ഥാനം വന്നുണ്ടോ, കസ്റ്റംസ് ഡ്യൂട്ടി 5ാം സ്ഥാനം. 6ാമത്തെയുള്ള ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ഇട്ടിട്ടില്ല, കാരണം അത്രയും ചെറുതാണ്. ഇത്രയും ചെറിയ ടാക്സ് റവന്യൂ നമ്മൾ കിട്ടണ്ടെന്ന് വിചാരിച്ച് ഞാനത് ഇടാതിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട 4-5 ടാക്സ് റവന്യൂ. അതിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഏതൊക്കെയാണെന്ന് നോക്കിയാൽ GST, കോർപ്പറേറ്റ് ടാക്സ്, പേഴ്സണൽ ടാക്സ് അത്രയും തന്നെ വരുന്നുണ്ട് ഇന്ത്യയിൽ അല്ലേ, അതിൻ്റെ അടുത്ത് വരുന്നുണ്ട്. പിന്നെ യൂണിയൻ എക്സൈസ് ഡ്യൂട്ടി അല്പം കുറവാണെന്ന് നമുക്ക് പറയാം നമ്മൾ ഉദ്ദേശിച്ചത്. കാരണം ശരിക്കും യൂണിയൻ എക്സൈസ് ഡ്യൂട്ടിയും കസ്റ്റംസ് ഡ്യൂട്ടിയും അതിൻ്റെ ഒരു മുഴുവൻ ഭാഗം തന്നെ GST മെർജ് ചെയ്തിട്ടുണ്ട്, ബാക്കി മെർജ് ചെയ്യാതെ ബാക്കി നിൽക്കുന്നതാണ് ഇതൊക്കെ. ഓക്കെ, ദെൻ കംസ് നോൺ ടാക്സ് റവന്യൂ. ഏതാണ് ഈ നോൺ ടാക്സ്? ടാക്സ് അല്ലാത്ത എന്തെല്ലാം വരുമാനങ്ങളാണ് ഗവൺമെൻറ് കിട്ടുന്നത്? ടാക്സ് റവന്യൂ ആണ് ഗവൺമെൻറ് കിട്ടുന്നത്, അല്ലാതെ എന്തൊക്കെ വരുമാനമാണ് ഗവൺമെൻറ് കിട്ടുന്നത്? അതിലേറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഫ്രം പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസ്, പൊതുമേഖലാ സ്ഥാപനങ്ങൾ. RBIന് കഴിഞ്ഞ വർഷം 1,76,000 കോടി രൂപയുടെ വരുമാനം ഗവൺമെൻറ്റിലേക്ക് കൊടുത്തു. പിന്നെ അല്ലാതെ ഇന്ത്യയിൽ ഒത്തിരി പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് ഇല്ലേ, നമ്മുടെ BPSL പോലെയുള്ള, ONGC പോലുള്ള, LIC പോലുള്ള, അവരെയും നമുക്ക് ഗവൺമെൻറ് ലാഭം കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ലാഭം എല്ലാം കൂടെ എങ്ങോട്ട് പോകും? പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞ് ഒരു അക്കൗണ്ടിൽ വന്നിട്ട് അതെല്ലാം ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിലേക്ക് പോകും. പിന്നെ ഗവൺമെൻറ്റിന് ചിലപ്പോൾ പലിശ വരുമാനം ഗവൺമെൻറ് ലോൺ കൊടുത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക്. പിന്നെ അല്ലാതെ ഫിസിക്കൽ സർവീസിലേക്ക് കോയിൻ മിൻറ്റ് ചെയ്യുക, പിന്നെ ജനറൽ സർവീസസ്, സോഷ്യൽ വെൽഫെയർ സർവീസ്, അങ്ങനെ കുറേ സ്കീമുകളിൽ നിന്ന് ഗവൺമെൻറ് വരുമാനം കിട്ടുന്നുണ്ട്. അതിനെല്ലാം നമ്മൾ എന്ത് ചോദിക്കും? നോൺ ടാക്സ് റവന്യൂ എന്ന് കിട്ടും പറയും. എന്താണ് നോൺ ടാക്സ് റവന്യൂ? ഇനി അടുത്തതായിട്ട് ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും കേട്ടോ. അപ്പോൾ നമ്മൾ ഗവൺമെൻറ് ഏതൊക്കെയാണ് ഗവൺമെൻറ് കിട്ടുന്ന ടാക്സ് റവന്യൂ, ഏതൊക്കെയാണ് ഗവൺമെൻറ് നോൺ ടാക്സ് റവന്യൂ എല്ലാം നമ്മൾ കണ്ടു അല്ലേ, ഇതിനു മുമ്പ് നമ്മൾ കണ്ടു. ടാക്സ് റവന്യൂ, നോൺ ടാക്സ് റവന്യൂ എല്ലാം നമ്മൾ കണ്ടു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ടോപ്പിക് എന്നാണെന്നറിയോ? ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ടാക്സ് റവന്യൂ ഏതൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കുക നമ്മളോട് ടാക്സ് റവന്യൂ, വാട്ട് ആർ ദി മെയിൻ ടാക്സ് റവന്യൂസ് ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എസ്സായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ചൊന്ന് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഡയറക്റ്റ് ടാക്സസ് ആൻഡ് ഇൻഡയറക്റ്റ് ടാക്സസ്. സോ taxes are often divided into direct and indirect. These two taxes are classified on the basis of their impact on the taxpayers. അപ്പോൾ ടാക്സ് പേയേഴ്സിൻ്റെ മേലിൽ എന്ത് തരത്തിലുള്ള ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത്? നമ്മൾ നേരിട്ട് ഗവൺമെൻറ്റിന് കൊടുക്കുക, വേറൊരാളും വഴി അല്ല. അപ്പോൾ അങ്ങനെ തരത്തിലുള്ളൊരു ടാക്സിന് പറയുന്ന പേര് നമ്മുടെ ഇൻകത്തിൻ്റെ മേലിലും പ്രോപ്പർട്ടിയുടെ മേലിലും ക്യാപിറ്റൽ ഗെയിൻസിൻ്റെ മേലിലും എക്സ്പെൻഡിച്ചറിൻ്റെ മേലിലും ഒക്കെ ഉള്ള ഗിഫ്റ്റിൻ്റെ മേലിലുള്ള ടാക്സാണ് ഈ ഡയറക്റ്റ് ടാക്സ്. ഡയറക്റ്റ് ടാക്സ് ടാക്സ് ഓൺ ഇൻകം, പ്രോപ്പർട്ടി, ക്യാപിറ്റൽ ഗെയിൻസ്, വെൽത്ത്, എക്സ്പെൻഡിച്ചർ എക്സെട്ര. ഓക്കെ, അപ്പം ഇൻകം, പ്രോപ്പർട്ടി, ക്യാപിറ്റൽ ഗെയിൻസ്, വെൽത്ത്, എക്സ്പെൻഡിച്ചർ എക്സെട്ര. സോ അതിൻ്റെ മേലുള്ള ടാക്സാണ്. നമുക്ക് സമ്പത്തുണ്ടെങ്കിൽ, നമുക്ക് ഇൻകം ഉണ്ടെങ്കിൽ, നമുക്ക് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ, നമ്മൾ ഭയങ്കരമായിട്ട് എക്സ്പെൻഡിച്ചർ നടത്തുമെങ്കിൽ, നമ്മൾ അസറ്റ് 10 രൂപയ്ക്ക് മേടിച്ച് 20 രൂപയ്ക്ക് വിറ്റ് ക്യാപിറ്റൽ ഗെയിൻ നടത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ടാക്സ് അടക്കേണ്ടി വരും. ഏത് ടാക്സ്? ഡയറക്റ്റ് ടാക്സ്. ഏതൊക്കെയാണ് ഡയറക്റ്റ് ടാക്സ് നമ്മൾ കാണും. പിന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു പ്രൊഡക്റ്റ് മേടിക്കുമ്പോഴോ സർവീസ് മേടിക്കുമ്പോഴോ നമ്മൾ കൊടുക്കുന്ന ടാക്സാണ് ഏത്? ഇൻഡയറക്റ്റ് ടാക്സ്. അവിടെ നമുക്ക് വേണ്ടിയിട്ട് വേറൊരാൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾ, സെല് ചെയ്യുന്ന ആൾ ടാക്സ് കൊടുത്തിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഏറ്റവും സാധനം പ്രൊഡക്റ്റിലെ ടാക്സായിട്ട് നമുക്ക് ഇങ്ങോട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള ടാക്സിന് നമ്മൾ പറയുന്നത് വരാം ഇൻഡയറക്റ്റ് ടാക്സ്. 2 തരത്തിലുള്ള ടാക്സ് ഉണ്ട്, ഡയറക്റ്റ് ടാക്സും ഇൻഡയറക്റ്റ് ടാക്സും. ഇനി നമ്മൾ നോക്കുക ഏതാണ് ഡയറക്റ്റ് ടാക്സ്. എ ഡയറക്റ്റ് ടാക്സ് ഈസ് എ കൈൻഡ് ഓഫ് എ ചാർജ് വിച്ച് ഈസ് ഇമ്പോസ്ഡ് ഡയറക്ട്ലി ഓൺ ദ ടാക്സ് പെയർ ആൻഡ് പെയ്ഡ് ഡയറക്ട്ലി ടു ദി ഗവൺമെൻറ് ബൈ ദി പേഴ്സൺസ്. ഓക്കെ, ഓൺ ഹൂം ഇറ്റ് ഈസ് ഇമ്പോസ്ഡ്. ആർക്കാണോ ഗവൺമെൻറ് ടാക്സ് ഏർപ്പെടുത്തി അവരാണ് ഡയറക്റ്റ് ടാക്സ് അടയ്ക്കുന്നത്.
നമ്മുടെ ഇൻകം ടാക്സ് വേറെ ആരെങ്കിലും അടയ്ക്കുമോ? നമ്മുടെ മുതലാളി അല്ലെങ്കിൽ നമുക്ക് ഇൻകം തരുന്ന ആൾ അടയ്ക്കും എന്നൊക്കെ പറയാം. പക്ഷേ അൾട്ടിമേറ്റ്ലി അതിൻ്റെ ബർഡൻ ആർക്ക് തന്നെയാണ്? നമുക്ക് തന്നെയാണ്. ആ ബർഡൻ നമ്മൾ വേറെ ആർക്കെങ്കിലും ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് വേണ്ട ആ ഇൻകം ടാക്സ് വേറെ ആരെങ്കിലും അടയ്ക്കുമോ? ഇല്ല. അയാൾ തന്നെ ഞാൻ വഹിച്ചോളാം, നിങ്ങൾ തരണ്ട എന്ന് പറയുമോ? ഇല്ല. തരാൻ തൽക്കാലം പറയും, പക്ഷെ നമ്മൾ പിന്നീട് അടയ്ക്കേണ്ടി വരും. Ultimately, the burden of the tax falls on the payer. So that type of a tax is called direct tax. Direct tax cannot be shifted by the taxpayer to somebody else. വേറെ ആർക്കിലേക്കും ആ ഡയറക്റ്റ് ടാക്സ് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഡയറക്റ്റ് ടാക്സ് ആർ മെയിൻലി ടാക്സ് ആണ് ഇൻകം, പ്രോപ്പർട്ടി, ക്യാപിറ്റൽ ഗെയിൻസ്, വെൽത്ത്, എക്സ്പെൻഡിച്ചർ. കിട്ടില്ല. നമുക്ക് ഇൻകം ഉണ്ടെങ്കിൽ ഇൻകം ടാക്സ് അടയ്ക്കും, നമുക്ക് പ്രോപ്പർട്ടി മേലുള്ള ടാക്സ് അടയ്ക്കണം, നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ആണ്, വെൽത്ത് ഉണ്ടെങ്കിൽ വെൽത്ത് ടാക്സ് അടയ്ക്കണം, നമ്മൾ ഗിഫ്റ്റ് നടക്കിയ ഗിഫ്റ്റ് ടാക്സ് അടയ്ക്കണം, എക്സ്പെൻഡിച്ചർ നടത്തിയെങ്കിൽ എക്സ്പെൻഡിച്ചർ ടാക്സ് അടയ്ക്കണം. സോ ഓൾ ദീസ് ആർ major type of direct taxes. But remember, the most important tax in India are the income tax paid by the corporate and the income tax paid by the individuals, and as well as what we can say, the capital gains tax. So these are the main direct tax in India. Other taxes, the other taxes are there, but they are not that much important. Now, മേജർ ഡയറക്റ്റ് ടാക്സ് ഇന്ത്യ നമ്മൾ കാണുന്ന ഇന്ത്യയുണ്ടല്ലോ. ഏതാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഡയറക്റ്റ് ടാക്സ്? ഒന്ന്, കോർപ്പറേറ്റ് ടാക്സ്, ഇൻകം ടാക്സ്. ദാറ്റ് മീൻസ് the tax paid by the corporate for the income they earned. Okay, then comes the income tax paid by the individuals. Okay, അതിനെ പേഴ്സണൽ ടാക്സ് വിളിക്കും. then comes the capital gains tax, then comes the gift tax. ഇതെല്ലാം ഇന്ത്യയിൽ നിന്നുള്ള ടാക്സ് ആട്ടോ. ബാക്കിയുള്ള ടാക്സിൽ എക്സ്പെൻഡിച്ചർ ടാക്സ്, വെൽത്ത് ടാക്സ്, ഇങ്ങനെയുള്ള ടാക്സ് ഒന്നും ഇന്ത്യയില്ല. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യുന്നില്ല. ഓക്കെ, നോ കോർപ്പറേഷൻ ടാക്സ്. ദിസ് ഈസ് എ ടാക്സ് ലെവിഡ് on the income of companies under the Income Tax Act 1961. CIT is the second largest tax from the central government. Recently, the government raised corporate tax act by 22% plus cess and surcharge. അത് 25.17% വരും ടോട്ടലി. അപ്പോൾ എന്നാലും ബേസിക് റേറ്റ് 22%. അടിസ്ഥാനപരമായ ഒരു കമ്പനി എത്ര രൂപ ടാക്സ് അടയ്ക്കണം, എത്ര ശതമാനം ടാക്സ് അടയ്ക്കണം? നിങ്ങളൊരു കമ്പനിയാണ്, ഇന്ത്യ രജിസ്റ്റർ ചെയ്ത കമ്പനിയാണ്, ഇന്ത്യ ഇൻകോർപ്പറേറ്റ് ചെയ്ത കമ്പനിയാണ്, കമ്പനീസ് ആക്ട് ഇന്ത്യ രജിസ്റ്റർ ചെയ്താണ്. അല്ലെങ്കിൽ വിദേശ കമ്പനിയാണ്, വിദേശ കമ്പനി ഇന്ത്യ വന്ന് ഇന്ത്യയിൽ പെർമനൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ഉണ്ട്, അങ്ങനെയുള്ള കമ്പനി ഇന്ത്യൻ കമ്പനിയായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എത്ര രൂപ ടാക്സ് അടയ്ക്കണം? 100 രൂപ ഇൻകം കിട്ടുമ്പോൾ 22 രൂപ ടാക്സ് അടയ്ക്കണം. അല്ലെങ്കിൽ എല്ലാം കൂടെ കൂടി 100 രൂപ ടാക്സ് ഇൻകം കിട്ടുവാണെങ്കിൽ അതിൻ്റെ 25% ടാക്സ് അടയ്ക്കണം. 100 രൂപ ഇൻകം കിട്ടുവാണെങ്കിൽ 25 രൂപ 17 പൈസ നമ്മൾ ടാക്സ് അടയ്ക്കണം. മനസ്സിലായല്ലോ? സോ ദാറ്റ് ഈസ് കോൾഡ് കോർപ്പറേറ്റ് ടാക്സ്. പക്ഷേ നിങ്ങൾ 10 ലക്ഷത്തിന് മുകളിൽ വരുമാനമുള്ള ഒരാളാണെങ്കിൽ എത്ര രൂപ ടാക്സ് അടയ്ക്കണം? 30% ടാക്സ് അടയ്ക്കണം. എല്ലാം കൂടെ കൂട്ടി ഒരു 34% ടാക്സ് അടയ്ക്കണമായിരിക്കും. ഈ ഫ്രാക്ഷൻ എനിക്കറിയത്തില്ല, ഇൻകം ടാക്സ് പഠിക്കുന്ന കോമേഴ്സിലെ കുട്ടികൾ നോക്കൂ. ഓക്കെ, ഇനി നിങ്ങൾ ഒരു അതിസമ്പന്നനാണെന്ന് വിചാരിച്ചു, 5 കോടി രൂപയ്ക്ക് വരുമാനത്തിന് മുകളിലാണെങ്കിൽ നിങ്ങൾ 42% ടാക്സ് അടയ്ക്കേണ്ടി വരും. 42.27 തോന്നുന്നു കേട്ടോ, ഏകദേശം ഞാൻ. സോ നമ്മളൊരു 5 കോടി രൂപയ്ക്ക് വരുമാനമുള്ള ഒരു അതിസമ്പന്നനായ വ്യക്തിയാണ്. നിങ്ങളൊരു സംഭവം കണ്ടുപിടിച്ചു, ആ സംഭവം നിങ്ങൾ ലോകത്തെല്ലാം വിറ്റ് ഇഷ്ടംപോലെ വരുമാനം കിട്ടി. നമ്മുടെ സ്വപ്നം അതൊക്കെയാണല്ലോ. നിങ്ങളൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി ആമസോണിലിട്ട് വിറ്റിപ്പം ഭയങ്കര വരുമാനം, എല്ലാ ആൾക്കാരും മേടിക്കുക, നിങ്ങൾക്ക് വരുമാനം 20 കോടി രൂപ. ആ 20 കോടി രൂപയുടെ എത്ര ടാക്സ് അടയ്ക്കണം? അതിൻ്റെ 42% ടാക്സ് അടയ്ക്കണം. മനസ്സിലായല്ലോ? ഒരു വ്യക്തി നിലയ്ക്ക് നിങ്ങൾ ഏൺ ചെയ്യുന്ന വരുമാനത്തിൻ്റെ 42% എത്ര വരുമല്ലേ? കണക്കൂട്ടി നോക്കിയാൽ എത്ര രൂപ വരുമാനം കിട്ടുവാണെങ്കിൽ 8.4 കോടി രൂപ. എൻ്റെ കണക്ക് ശരിയാണോ? ആലോചിച്ച് നോക്കി. 20 കോടി രൂപ വരുമാനം കിട്ടുവാണെങ്കിൽ 8.4 കോടി രൂപ ടാക്സ് കൊടുക്കുക. ബാക്കി 11.6 കോടി രൂപയെ നമുക്ക് ചിലവാക്കാൻ കിട്ടുള്ളൂ. ഒരു വ്യക്തിയാണെങ്കിൽ, ഒരു കമ്പനിയാണെങ്കിൽ നിങ്ങളിതിൻ്റെ എത്രയാണ്? 5 കോടി രൂപ ടാക്സ് അടച്ചാൽ മതി. മനസ്സിലായല്ലോ? ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ 8.4 കോടി രൂപ ടാക്സ്, ഒരു കമ്പനിയാണെങ്കിൽ നിങ്ങൾ 5 കോടി രൂപ ടാക്സ് അടച്ചാൽ മതി. മനസ്സിലായല്ലോ? അതെന്താ അങ്ങനെ വ്യക്തികൾക്ക് ഭയങ്കര ടാക്സ്? അങ്ങനെയാണ് ഇപ്പോഴത്തെ ഇൻകം ടാക്സ് ആക്ട് ഇങ്ങനെയാണ് പറയുന്നത്. ശരിക്കും ഈ 42% ഇച്ചിരി കൂടുതലാട്ടോ. അത് ഗവൺമെൻറ് കുറയ്ക്കണം. പക്ഷേ ഗവൺമെൻറ് വേറെ വരുമാനമില്ല, എന്ത് ചെയ്യും? നമുക്ക് വേണ്ടിയിട്ടുള്ള ചിലവും ചെയ്യണം, ഗവൺമെൻറ് വരുമാനം ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ ഇതാണ് അതിൻ്റെ ഒരു കോർപ്പറേറ്റ് ടാക്സും പേഴ്സണൽ ടാക്സിൻ്റെ ഒരു പ്രൊഫൈൽ. ഇതാണ് ഇന്ത്യയിൽ 5.4 കോടി ജനങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ട്. 6 കോടി ജനങ്ങൾ എന്ന് പറയാം. ആ ഫയൽ ചെയ്യൽ ഒരു 3 കോടി ജനങ്ങൾ ടാക്സ് അടയ്ക്കുന്നതാണ്. ബാക്കി എല്ലാവരും എക്സംഷൻ ലിമിറ്റൊക്കെ എൻജോയ് ചെയ്ത് അങ്ങനെ അങ്ങ് പോകും. അപ്പോൾ ഇതാണ് ഇന്ത്യയിലെ ഈ കോർപ്പറേറ്റ് ഇൻകം ടാക്സിൻ്റെ പേഴ്സണൽ ടാക്സിൻ്റെ ഒരു പ്രൊഫൈൽ. ഇന്ത്യ ഉണ്ടല്ലോ, ഇൻകം ടാക്സ് അടയ്ക്കാത്ത ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. ആരാന്നറിയോ? പ്രൊഫഷണൽസ് എന്ന് പറയും. ഭയങ്കര ഡോക്ടർമാരൊക്കെ ഇല്ലേ? നിങ്ങൾ ഡോക്ടർമാരുടെ അടുത്ത് പോയിട്ടില്ലേ?
അവർ എന്താണ് അവർ ടാക്സ് അടയ്ക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. അവർ പ്രൈവറ്റ് സർവീസ് നടത്തുന്ന ഇഷ്ടംപോലെ വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ 200 രൂപ 200 രൂപ 500 രൂപ മേടിച്ചിട്ട് അവർ ഒരു മാസം 1,00,000 രൂപയൊക്കെ അവർ വരുമാനം ഉണ്ടാക്കാൻ അവർ ടാക്സ് അടയ്ക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഭയങ്കര IT പ്രൊഫഷണൽസൊക്കെ റീറ്റെയിലായിട്ട് എന്തെങ്കിലും പ്രോഡക്റ്റൊക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അവർ ടാക്സ് അടയ്ക്കുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഗവൺമെൻറ് കണക്കാവട്ടെ, എൻ്റെ ആരോപണമല്ല. ഗവൺമെൻറ് വരുന്ന ഇന്ത്യൻ ടാക്സ് അടയ്ക്കുന്ന ആൾക്കാർ വ്യക്തികളിൽ ഇൻഡിവിജ്വൽസിൽ 60% സാലറീഡ് പീപ്പിളാണ്. സാലറി എന്ന് പറഞ്ഞാൽ എന്താ? സാലറി മേടിക്കുന്നത്. അല്ലാതെ പ്രൊഫഷണൽസ് ഇന്ത്യ ടാക്സ് അടയ്ക്കുന്നില്ലെന്നാണ് ഗവൺമെൻറ് പറയുന്നത്. ഞാൻ പറയുന്നില്ല കേട്ടോ, ഗവൺമെൻറ് പറയുന്നത്. ഫിനാൻസ് മിനിസ്റ്റർ ബഡ്ജറ്റ് അവതരിപ്പില്ല, അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് വേണ്ടിയിട്ടാണ് എന്താണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ഈ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ്റെ പേര് പറയാനുള്ള കാരണം, ഇതിപ്പോൾ കൊമേഴ്സിലെ പിള്ളേർ ഒത്തിരി പേരുള്ളതുകൊണ്ട് അവരൊന്ന് അറിഞ്ഞോട്ടെ. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ സാലറി പീപ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ ടാക്സ് അടയ്ക്കുന്നത് സാലറി പീപ്പിൾ മാത്രമാണെന്ന് എനിക്ക് ഫിനാൻസ് മിനിസ്റ്റർ ബഡ്ജറ്റ് അവതരിപ്പിച്ചും പറഞ്ഞായിരുന്നു. അപ്പോൾ അവർക്കൊരു പ്രോത്സാഹന സമ്മാനം എന്ന് നൽകാനായിട്ട് എന്ത് വരുന്നത്? ഈ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ വരുന്നത്. ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നെ അറിയാം. നമ്മൾ ടാക്സ് അടയ്ക്കണം. നമ്മൾ ഭയങ്കര ആൾക്കാരാണ് ഇന്ത്യയിൽ. ദേശീയഗാനം ആലപിക്കുമ്പോൾ നമ്മൾ അറ്റൻഷനായിട്ട് നിൽക്കും. അതുപോലെ തന്നെ നമ്മൾ എന്താണ് ഭയങ്കരമായിട്ട് IPL നമ്മുടെ ക്രിക്കറ്റ് കളിക്കുമ്പോൾ നമ്മൾ ഇന്ത്യ ജയിക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കും. പക്ഷേ നമ്മൾ ടാക്സ് അടയ്ക്കില്ല. ശരിയല്ല, ടാക്സ് അടയ്ക്കില്ല. പൊതുനിരത്തി നമ്മൾ ഓരോ സാധനങ്ങൾ വലിച്ചെറിയും. നമ്മുടെ രാജ്യസ്നേഹത്തിൻ്റെ ഒരു പല മുഖങ്ങളും അവിടെ കാണുന്നത്. ഒരു സമൂഹം നിലയ്ക്ക് നമ്മളെല്ലാവരും, ഞാനും നിങ്ങളും എല്ലാം കേട്ടോ, ഞാനും കൂടെ ഉൾപ്പെടെ ഉള്ള ആൾക്കാർ വളരെ നന്നായിട്ട് വേറെ ഒരു യഥാർത്ഥ രാജ്യസ്നേഹം കാണിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഞാൻ ഡിലീറ്റ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ, നടക്കുന്നില്ല. ഡിലീറ്റ് ചെയ്യാം. ജർമ്മനിയൊക്കെ നോക്കും, ജർമ്മൻകാർ ടാക്സ് അടയ്ക്കും. ഭയങ്കര ആൾക്കാരാണ്, അവർ ടാക്സ് അടയ്ക്കും. ഭക്ഷണമൊന്നും അധികം നശിപ്പിക്കുകയല്ല, രാജ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. എല്ലാ കാര്യക്കും അവർക്ക് രാജ്യസ്നേഹം എന്ന് പറഞ്ഞാൽ ജനസ്നേഹം തന്നെയാണ് അവരെ സംബന്ധിച്ചുള്ളത്. നമ്മളത് പോരാ. നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കും, നമ്മളല്ല നോർത്ത് ഇന്ത്യയിലെ കോർപ്പറേറ്റ്, എന്നിട്ട് തിരിച്ചടയ്ക്കില്ല. ശരിയല്ലേ? NBA കൂടും, സാധാരണക്കാരൻ്റെ പൈസ പോകും. ഇതൊക്കെയാണ്. അപ്പോൾ പേഴ്സണൽ ടാക്സിനെ കുറിച്ചുണ്ട്, ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സിനെ കുറിച്ചുണ്ട്. നമ്മളൊരു സാധനം മേടിക്കുകയാണെങ്കിൽ അതിന് വില 100 രൂപയ്ക്ക് മേടിച്ചു 200 രൂപയ്ക്ക് വിൽക്കുമ്പോൾ നമുക്ക് 100 ലാഭം കിട്ടി. അങ്ങനെ നമ്മൾ കൊടുക്കുന്ന ടാക്സാണ് ക്യാപിറ്റൽ ഗെയിൻസ്. ഗിഫ്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ 50,000 രൂപയ്ക്ക് മുകളിൽ നിങ്ങൾ ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ടാക്സ് അടയ്ക്കേണ്ടി വരും. അടുത്തായിട്ട് ഇൻഡയറക്റ്റ് ടാക്സ്. ഈ ഇൻഡയറക്റ്റ് ടാക്സ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓർത്തിരുന്നോണം, നമ്മൾ ഇനി എടുക്കുന്നത് ഏതാണ്? ഇൻഡയറക്റ്റ് ടാക്സ്. ഇതുവരെ നമ്മൾ പഠിച്ച ഏതാണ്? ഡയറക്റ്റ് ടാക്സ്. ഓക്കെ.